കായംകുളം പുത്തൻതെരുവ് ജമാഅത്ത് പള്ളിയിൽ വർഷങ്ങളായി നടത്തിവരാറുള്ള നോമ്പുതുറ ഈ തവണയും വിപുലമായി നടത്തുമെന്ന് ജമാഅത്ത് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ്. നോമ്പുതുറയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ പള്ളിയുടെ സ്ഥിരം ഹാളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. വിശ്വാസികളാകെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് വരവേറ്റിരിക്കുന്നത്. ഓരോ വർഷത്തെയും റംസാൻ മാസം കടന്നു വരുമ്പോൾ അതാത് വർഷങ്ങളിലെ റംസാൻ നാളുകളിൽ ഓരോ വിശ്വാസിയും അവൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് ആത്മപരിശോധന നടത്താനും ദീനീപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുഴുകാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടിയുള്ള നാളുകളായിട്ടാണ് റംസാൻ മാസത്തെ ഓരോ വിശ്വാസികളും കാണുന്നത്. 30 ദിവസവും 300-ലധികം ആളുകൾക്ക് നോമ്പ് തുറക്കുന്നതിനാവശ്യമായ വിഭവങ്ങൾ പള്ളിയുടെ സ്ഥിരം ഹാളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനവും നമസ്കാരവും ഖുർആൻ പാരായണവും സക്കാത്തും നൽകി ആയുസ് മുഴുവൻ ജീവിക്കുവാനുതകുന്ന സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത് ഈ മാസത്തിന്റെ പ്രത്യേകതയാണെന്നും ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. ജമാഅത്ത് സെക്രട്ടറി ഹക്കീം മാളിയേക്കൽ, ജമാഅത്ത് ട്രഷറർ എ സലീം, നോമ്പുതുറ കമ്മിറ്റി കൺവീനർ എ അബ്ദുൾ മജീദ് വാഴക്കടയിൽ, ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ജെ കെ നിസാർ, പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.